നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വായിലെ ക്യാൻസർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് ഡെന്റൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായ ഡോക്ടർ ആണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമ്മളറിയാം വായിലെ ക്യാൻസർ നമ്മുടെ കേരളത്തിലെ ജനതയിൽ എത്രത്തോളമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാൻ ചെയ്തിരുന്നിരുന്ന വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് ചവയ്ക്കുന്ന തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വീണ്ടും അവർ പുറം നാടുകളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാനും അത് മറ്റുള്ള അവരിലേക്ക് പകരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ വായിലെ ക്യാൻസർ ഇന്ന് കേരളത്തിൽ എത്രത്തോളം നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇപ്പോൾ വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വായിലെ ക്യാൻസറാണ്. പുരുഷന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ഈ വായിലെ ക്യാൻസറാണ്. സ്ത്രീകളുടെ അത് മൂന്നാമതായി കണ്ടുവരും. അതായത് സ്ഥാനാർബുദവും ഗർഭാശയ ക്യാൻസറും കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ഈ വായിലെ ക്യാൻസറാണ്. പക്ഷേ ഈ ക്യാൻസർ ഇപ്പോൾ പെട്ടെന്നൊരു കൂടാനുള്ളൊരു കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ കേരളത്തിൽ വരികയും അവർക്ക് വേണ്ടി പലതരത്തിലുള്ള ഈ പാൻ മസാലകൾ നമ്മൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ളതാണ്, അതൊക്കെ വീണ്ടും ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനൊരു കൂടുതലായിട്ട് ഈ ഹാബിറ്റ്സ് കൂടുകയും അതിനനുസരിച്ച് വായിലെ ക്യാൻസറിൻ്റെ ഒരു ശതമാനത്തിലൊരു ഗണ്യമായൊരു വർധന വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. എത്രത്തോളം വായിലെ ക്യാൻസർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇപ്പോൾ വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, അതായത് ഇന്ത്യയിലെ വായിലെ ക്യാൻസറും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വായിലെ ക്യാൻസർ വരുന്നതിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ക്യാൻസറിന് മുന്നോടിയായിട്ട് വായിലെ ക്യാൻസറിന് മുന്നോടിയായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ വായിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് വായിലുള്ള വെള്ളപ്പാടകൾ, നമുക്ക് ഇളക്കി മാറ്റാൻ കഴിയാത്ത വെള്ളപ്പാടകൾ, അതുപോലെ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം, വാ തുറക്കാൻ പറ്റാതാകുക, നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറ്റാതെ, ഇങ്ങനെയുള്ള അസുഖം, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അസുഖങ്ങൾ ക്യാൻസറിന് മുന്നോടിയായിട്ട് കാണുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് എന്ന് പറയും. ഇത് കാലക്രമേണ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അസുഖങ്ങൾ നമുക്ക് നേരത്തെ കണ്ടെത്തുവാണെങ്കിൽ നമുക്കതിനെ നിരീക്ഷണത്തിൽ വയ്ക്കാനോ അല്ലെങ്കിൽ ശരിയായ സമയത്ത് നമുക്കതിൽ ചികിത്സ ലഭ്യമാക്കി അതിനെ ക്യാൻസറായി മാറുന്നതിൽ നിന്ന് അതിനെ തടയാനോ കഴിയും. അപ്പോൾ ഈ പ്രിവെൻഷനുള്ള ഒരു സാധ്യത ഇന്ത്യയിൽ കൂടുതലാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതലാണ്. നമ്മുടെ വായിലെ ക്യാൻസറിന് ഈ വായിൽ ഉപയോഗിക്കുന്ന തരം പുകയില തന്നെയാണോ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മുഖ്യ പങ്ക് എന്ന് വഹിക്കുന്നത്? തീർച്ചയായും വായിലെ ക്യാൻസറിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചവയ്ക്കുന്ന പുകയില, അതുപോലെ തന്നെ അടയ്ക്ക, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളാണ് വായിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണം. ഇത്തരത്തിലുള്ള ഉപയോഗം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ക്യാൻസറിനും നമുക്ക് കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷേ വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം 90% ഈ തരത്തിലുള്ള ദുശീലങ്ങൾ, അതായത് അടയ്ക്ക, വെറ്റില, പുകയില, മദ്യം, പലർക്കും അറിയില്ല അടയ്ക്ക ക്യാൻസറിന് കാരണമാക്കും എന്നുള്ള കാരണം പലർക്കും അറിയില്ല. കാരണം ഈ അടയ്ക്ക ഉപയോഗിക്കുന്നത്, പാക്ക് അല്ലെങ്കിൽ അടയ്ക്ക ഉപയോഗിക്കുന്നത് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ഒരു അസുഖം, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നു. ഇത് കാലക്രമേണ വായിലെ ക്യാൻസറായി മാറുന്നു. ഇത് പലർക്കും അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്ന പുകയില മാത്രമേ ഉള്ളൂ ദോഷം, മറ്റുള്ളതൊന്നും ദോഷമല്ല എന്നുള്ളതാണ്. അപ്പോൾ പുകയില മാത്രമല്ല, പുകയില, അടയ്ക്ക, അതോടൊപ്പം മദ്യം, ഇത് മൂന്നും വായിലെ ക്യാൻസറിന് കാരണമാകും. തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിലൊരു രീതി അനുസരിച്ചിട്ട് മുറുക്കാൻ അല്ലെങ്കിൽ മുറുക്കുന്ന ഒരു സ്വഭാവം പണ്ട് നാളിലെ നമ്മുടെ വീടുകളിൽ തുടരുന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മുറുക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും. അപ്പോൾ ഈ മുറുക്ക് അല്ലെങ്കിൽ വെറ്റില മുറുക്ക് ഈ വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും വളരെ സ്വാഭാവികമായിട്ട് വീട്ടിൽ തന്നെ വെറ്റില ചെടി ഉണ്ടാകും, വീട്ടിൽ തന്നെ പാക്കുണ്ടാകും. ചിലപ്പോൾ പുകയില മാത്രമായിരിക്കും പുറത്തുനിന്ന് വരുന്നത്. പലപ്പോഴും ഈ പുകയില ബുദ്ധിമുട്ടാണെന്ന് കരുതി ഈ പുകയില ഇല്ലാതെ തന്നെ ഇത്തരം മുറുക്കുകൾ ഉപയോഗിക്കുന്നൊരു ശീലം ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലും വലിയ കുടുംബങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മുറുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പണ്ട് നാളിൽ ഇത് കൂടുതലുമായിരുന്നു. അപ്പോൾ ഈ വെറ്റില മുറുക്ക് ഈ വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ മുറുക്കുന്നതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെറ്റില, അടയ്ക്ക, പുകയില, ഇത് മൂന്നാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ചുണ്ണാമ്പ്, ഇത് നാലുമാണ് പ്രധാനം ഉപയോഗിക്കുന്നത്. അതിൽ പുകയില ക്യാൻസറിന് കാരണമാകുന്നു, എല്ലാവർക്കും അറിയാം. അടയ്ക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ഈ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം അടയ്ക്ക ഉണ്ടാക്കുന്നു. ചുണ്ണാമ്പ് വായിലൊരു പൊള്ളലുണ്ടാക്കുന്നു, അതും ക്യാൻസറിന് കാരണമാകും. ചുരുക്കം പറഞ്ഞാൽ ഈ വെറ്റില, പച്ച നിറത്തിലുള്ള വെറ്റില ഒഴികെ മറ്റുള്ളതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്യാൻസറിന് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ ഈ പുകയിലയും അടയ്ക്കയൊക്കെ നമ്മൾ പരമ്പരാഗതമായി പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പുകയില വരുന്നത് പോർച്ചുഗീസുകാരാണ് പുകയില കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പുകയില നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു 300-400 വർഷമേ ആകുന്നുള്ളൂ. അതിനുമുമ്പ് പുകയില ഇവിടെ ഇല്ലായിരുന്നു. പുകയില പുറത്ത് നിന്ന് തെക്കേ അമേരിക്കയിൽ നിന്ന് പോർച്ചുഗീസുകാർ വഴിയാണ് പുകയില ഇന്ത്യയിലെത്തുന്നത്. തീർച്ചയായിട്ടും. നമ്മളപ്പോൾ ഈ വായിലെ ക്യാൻസർ നേരത്തെ പറഞ്ഞ ഇല ഒഴിച്ച് ബാക്കി എല്ലാം പിന്നെ നമുക്ക് ക്യാൻസറസ് ആകുന്നുള്ളൂ. അപ്പോൾ ഈ വെറ്റില മുറുക്കിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ യഥാർത്ഥത്തിൽ? നമുക്ക് പലപ്പോഴും ഇത്തരം ശീലങ്ങൾ ആൾക്കാർക്ക് മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 20, 30, 40 വർഷം ഇത്തരം മുറുക്ക് ശീലിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം മുറുക്കുന്ന ഒരു ശീലം പലപ്പോഴും ശീലങ്ങളാണ് മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് പോലും പറയാറുണ്ട്. അപ്പോൾ ഈ ശീലങ്ങൾക്ക് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ യഥാർത്ഥത്തിൽ?
മറ്റെന്തെങ്കിലും വായിൽ എന്തെങ്കിലും ചൂയിങ്ങം പോലുള്ള അങ്ങനെ എന്തെങ്കിലും ചവയ്ക്കാം, അങ്ങനെയുള്ളത് ചവയ്ക്കുക എന്നുള്ള ഒരു ഹാബിറ്റിന് നമുക്ക് ഇങ്ങനെയുള്ളതെല്ലാം കൊടുക്കും. അപ്പോൾ വെറ്റില മാത്രമായിട്ടും വെറ്റില മാത്രമായിട്ട് നമുക്ക് ചവയ്ക്കാം. പക്ഷേ ഈ അതിൽ ഒരു കാരണവശാലും അടയ്ക്കയും അതുപോലെ പുകയിലയും ചുണ്ണാമ്പും ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ വളരെ ഹാബിറ്റ് വെൽ സെറ്റ് ആയിട്ടുള്ളവർ, അതായത് വളരെ നാളായിട്ട് ദീർഘനാളായി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ മുറുക്കൊരു ശീലമാക്കിയവരിൽ നമ്മൾ ഈ പറയുന്നതുകൊണ്ട് നമുക്ക് അവരെ നിർത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിലേക്ക് ഈ ശീലത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള ആ യുവതലമുറ, അതായത് നമ്മുടെ ടീനേജ് ആ ഗ്രൂപ്പിനെ നമ്മൾ വേണ്ട അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ നമുക്കത് തടയാൻ കഴിയും. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ വളരെ വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മുടെ വെറ്റില മുറുക്ക്, നമ്മളിപ്പോൾ ഈ വെറ്റില മുറുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടോ, അതോ നമ്മളെ പാക്കറ്റുകളിൽ ലഭിക്കുന്ന വായിൽ ചവയ്ക്കാൻ സാധിക്കുന്ന ഈ ക്യാൻസർ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ മാത്രമാണോ നമ്മൾ നിരോധിച്ചിട്ടുള്ളത്, അതോ വെറ്റില മുറുക്ക് നമ്മൾ നിരോധിച്ചിട്ടുണ്ടോ? വെറ്റില നിരോധിച്ചിട്ടില്ല. വെറ്റില നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ കാണുന്നതാണ്. വെറ്റില നമ്മൾ നിരോധിച്ചില്ല. നമ്മൾ നിരോധിച്ചിട്ടുള്ള പാൻ മസാലകൾ, അതായത് പാക്കറ്റിൽ വരുന്ന പലതരത്തിലുള്ള പാൻ മസാലകളാണ് നമ്മൾ നിരോധിച്ചിട്ടുള്ളത്. ഈ പാൻ മസാല വളരെയധികം കൺവെൻഷണൽ രീതിയിലുള്ള, അതായത് പരമ്പരാഗത രീതിയിലുള്ള വെറ്റില മുറുക്കിനേക്കാളും 10 മടങ്ങ് ദോഷമാണ് ഇത്തരത്തിലുള്ള പാൻ മസാലകൾ. കാരണം അത് പലതും പ്രോസസ്ഡാണ്, അതിൽ പലതും പലതരത്തിലുള്ള നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല വസ്തുക്കളും ചേർത്തിട്ടുണ്ട്. അതെല്ലാം പുറത്ത് പറയണമെന്നില്ല. ഈ ട്രേഡ് സീക്രട്ട് ആക്ട് പ്രകാരം അവർക്ക് പറയാതിരിക്കാം. പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ആരോഗ്യത്തിന് വളരെ ദോഷകരമായ വസ്തുക്കൾ ഈ പാൻ മസാലകൾ, അതായത് പാക്കറ്റിൽ വരുന്ന ഈ പാൻ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ ഒരു കടന്നു വരവ് എത്രത്തോളം ഈ നമ്മുടെ ഈ പാൻ മസാലകളുടെ ഉപയോഗം കൂട്ടാനായിട്ട് നമ്മളൊരു ഗവൺമെൻറ് ഒരു സ്ഥലത്തിൽ നിന്ന് ഇതെല്ലാം നിരോധിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നു. അവർ നാട്ടിൽ പോയിട്ട് വരുമ്പം ഒരു കെട്ട് ഈ പാൻ മസാലകളുമായിട്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാർ അൺഓതറൈസ്ഡ് ആയിട്ട് ഇത്തരം പാൻ മസാലകൾ നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? നമുക്കറിയാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നമ്മളുള്ളത്. അതെ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ വളരെ വ്യാപകമായൊരു സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ഏതാണ്ട് ഒരു 500ഓളം ആളുകളെ പരിശോധിച്ചു, അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ. അതിൽ ഏതാണ്ട് വളരെ വ്യാപകമായി ഈ തരത്തിലുള്ള പാൻ മസാലകൾ ഉപയോഗിക്കുന്നവർ ഏതാണ്ട് എല്ലാവരും തന്നെ, ഞാൻ നോക്കി ഏതാണ്ട് എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പാൻ മസാലകൾ മുമ്പ് ഉപയോഗിച്ചിരുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ സാധനം പലപ്പോഴും നമ്മുടെ കടകളിലും മറ്റ് ഇല്ലീഗലായിട്ട് ചിലപ്പോൾ വന്നിരിക്കുക. അപ്പോൾ അത് ഗവൺമെൻറ്റും മറ്റ് അധികൃതരും വളരെ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇത് ഉപയോഗിക്കുമ്പോൾ വിശപ്പ് കുറയും, കൂടുതൽ നേരം ജോലി ചെയ്യാൻ പറ്റും, രാത്രി ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ് ഈ പാൻ മസാലകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി എത്തുന്ന പാൻ മസാലകൾ ചെറിയൊരു ഭാഗം നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകളിലേക്ക് എത്തുന്നു. അത് വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാൻ മസാലകൾ നമുക്ക് പണ്ട് നമ്മൾ പറഞ്ഞ് അവരെ വിലക്കിയിരുന്ന പല കടകളോ അല്ലെങ്കിൽ കച്ചവടക്കാരും ഇവർ വരുന്നതുകൊണ്ട് ഇവർക്ക് വേണ്ടി അത് വീണ്ടും അത് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇക്കാര്യം നമ്മൾ വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ ഇരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയും. ഡോക്ടർ, ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചുമയുണ്ടായിരുന്നു. അത് ചുമയ്ക്ക് ഞാൻ ബനാദ്രിൽ കഴിച്ചു, വേറെ ഉള്ളിയും കൽക്കണ്ടം കൂടി കഴിച്ചിട്ട് ലെമണും ഹണിയും എല്ലാം കഴിച്ച് അങ്ങനെ, പക്ഷെ മാറുന്നുണ്ടായില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വെറ്റിലയുടെ ഉള്ളില് കരിയാമ്പ് വെച്ചിട്ട് അത് വായിലിട്ട് ഇങ്ങനെ ചവച്ച് ആ ജ്യൂസ് കഴിച്ചോണ്ടിരിക്കും മാറും എന്ന് പറഞ്ഞു. ചുമ മാറി. പക്ഷെ 4 ദിവസമായിട്ട് എനിക്ക് നാക്കില് ഉപ്പ്, എരിവ്, മധുരം, പുളി ഒന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒരു എന്താ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഐ ആം ഡ്രിങ്കിങ് ഓർ ടീ ഒക്കെ അങ്ങോട്ട് വെറുതെ വെള്ളം പോലെ കുടിക്കുന്നു. ഇപ്പൊ ഈ ഡോക്ടർ പറയുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയാം. ഈ വെറ്റിലയും കരയാമ്പും ഇതും കൂടെ വയ്ക്കുമ്പോൾ ഇതിലുള്ള വളരെ അസ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കെമിക്കൽസാണ് ഇതിലുള്ളത്. അപ്പോൾ അത് വയ്ക്കുന്ന സമയത്ത് ചെറിയൊരു എരിച്ചിൽ, ഒരു പൊള്ളലുണ്ടാകും. ആ സമയത്ത് അത് നമ്മുടെ ടേസ്റ്റ് ബഡിനെ ഒന്ന് മരവിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ ടേസ്റ്റ് അറിയുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ 4 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ മറ്റ് കാര്യമായ ഒരു തകരാറൊന്നും ഇതിൽ വന്നിരിക്കാൻ വഴിയില്ല. അത് മാത്രമല്ല, വെറ്റിലയും കരയാമ്പുമാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും അങ്ങനെ ഒരു വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു കാർസിനോജൻ, ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളല്ല. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ക്രമേണ അത് മാറിക്കോളും. പക്ഷെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. കാലക്രമേണ അത് മാറിക്കോളും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുക. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മറ്റൊരു ഭീതിയുടെ ആവശ്യമില്ല ഇതിന്. ഓക്കെ, മാഡത്തിന്റെ സംശയം മാറി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം.
ഹർഡോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിലെ ക്യാൻസർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ഡെന്റൽ വിഭാഗം ഡോക്ടർ സി വേണുഗോപാലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഈ അടയ്ക്കയുടെ കാര്യം നേരത്തെ സാർ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം പുകയില ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അടയ്ക്ക നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും ഒരു അടയ്ക്കയെങ്കിലും ഇല്ലാത്തവർ വളരെ വിരളമാണ്. ഒരു വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു അടയ്ക്ക മരം ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഈ അടയ്ക്ക എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നത്? അടയ്ക്ക എത്രത്തോളം ക്യാൻസറാണ്? പലപ്പോഴും നമ്മൾ മുറുക്കുന്ന സമയത്ത് വീട്ടിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഈ പുകയില മാറ്റി നിർത്തി ബാക്കിയുള്ളത് വെച്ച് മുറുക്കുക എന്നുള്ളതാണ് ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള ഉദ്ദേശത്തിലൂടെ. അപ്പോൾ ഈ അടയ്ക്ക എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഹാനികരം അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ആക്കുന്നത്? പലപ്പോഴും ഇത്തരം വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തുകയുമില്ല. ഇപ്പോൾ അടയ്ക്ക നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. ഒരിക്കലും അടയ്ക്ക കാരണം ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നേരിട്ട് അടയ്ക്ക ഒരിക്കലും ക്യാൻസറിന് കാരണമാകുന്നില്ല. പക്ഷേ അടയ്ക്കയിലുള്ള ഒരുപാട് ആൽക്കലോയിഡ്സ്, അതിലുള്ള പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നമ്മൾ മുറുക്കുന്ന സമയത്ത് അത് വായിൽ ഉപയോഗിക്കുമ്പോൾ വായിൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. ഇത് ഇന്ത്യക്കാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഇന്ത്യക്കാരിൽ മാത്രം കാണേണ്ട കാരണം ഇന്ത്യക്കാർ മാത്രമാണല്ലോ ഈ തരത്തിലുള്ള അടയ്ക്കയും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരിലാണ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ളവരിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല എരിച്ചിലുണ്ടാകുക, വായിൽ നല്ല എരിച്ചിലുണ്ടാകുക, വാ തുറക്കുന്നതിനൊരു പിടുത്തം, വാ തുറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുക, നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയാതാകുക, ഇതൊക്കെയാണ് ഈ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ അസുഖം കാലക്രമേണ അത് ക്യാൻസറായി മാറാൻ വളരെയധികം സാധ്യതയുള്ളൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അടയ്ക്ക ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമായേക്കാം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുറുക്കുന്നതിൽ പുകയിലോടൊപ്പം തന്നെ അടയ്ക്കയും നമ്മൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത, വായിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വഴി നമുക്ക് വളരെയധികം കുറയ്ക്കാൻ കഴിയും. പൊതുവെയുള്ള ധാരണയുണ്ട്, ചില ഈ പാൻ മസാലകൾ എഴുതിയിട്ടുണ്ട് കണ്ടെയ്ൻസ് നോ ടൊബാക്കോ, അതായത് പുകയില ഇല്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ പുകയില ഇല്ലെങ്കിലും അതിൽ മറ്റ് സാധനങ്ങൾ, അതായത് അടയ്ക്കയും ചുണ്ണാമ്പിൻ്റെ അംശവും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും അതിലുണ്ടാകും. അതുകൊണ്ട് പുകയില ഇല്ല എന്ന് വിചാരിച്ചാൽ അത് സേഫാണ്, അത് ദോഷമില്ല, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നൊരു തെറ്റിദ്ധാരണ പാടില്ല. പുകയിലയോടൊപ്പം തന്നെ അടയ്ക്കയും ചുണ്ണാമ്പും ദോഷമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പാക്കറ്റുകളിൽ ലഭിക്കുന്ന പാൻ മസാലകളിൽ പലപ്പോഴും ഈ ഗ്ലാസസിൻ്റെ പീസസ്, അതായത് ഇത് ഗ്ലാസ് പൊടിച്ച് ചേർക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ? നമുക്ക് ഏതെങ്കിലും റിസർച്ച് ലബോറട്ടറിയിലോ ഡോക്ടറുടെ പേഴ്സണൽ പരിചയത്തിലോ ഇത്തരം നമ്മുടെ ഗ്ലാസ് പൊടി, അതായത് വായ്ക്കകത്ത് മുറിവുകൾ ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും റബ്ബ് ചെയ്യാനുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ ഒരു പരീക്ഷണത്തിൽ ഇതിൻ്റെ ഒരു എക്സ്റേ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ, ഈ പാൻ മസാല വെച്ചിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിൽ അയൺ ഫൈലിങ്സിൻ്റെ അംശം, അതായത് നമ്മൾ ഇരുമ്പ് പൊടിയുടെ അംശം എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില ഇതിൽ അതുള്ളതായിട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാത്തിലും അത് ചേർത്തിട്ടുണ്ട് എന്നർത്ഥമില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഈ അബ്രഷൻ ഉണ്ടാക്കുന്നത്, അത് ഒരു വായിലൊരു ഉരച്ചിലുണ്ടാക്കുക, അങ്ങനെ വരുമ്പോഴത്തേക്ക് വായിലൊരു ചെറിയൊരു മുറിവ് വരാം. അതിന് കൂടുതൽ ഈ കഴിയുന്ന പുകയിലയിലും മറ്റുള്ള ദോഷവസ്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് കലരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇത് ഇങ്ങനെയുള്ള അബ്രസീവ്സ്, ഈ ഉരച്ചിലുണ്ടാക്കുന്ന വസ്തുക്കൾ ചേർക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ദോഷകരമാണ്. നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം അവരുടെ ഈ ട്രേഡ് സീക്രട്ട് ആക്ട് പ്രകാരം അവർക്കെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക, എല്ലാം വെളിപ്പെടുത്താതിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ പുകയിലയുടെ, അത് കൺവെൻഷണൽ പരമ്പരാഗത രീതിയിലുള്ള വെറ്റില മുറുക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫാസ്റ്റ് ഫുഡ് വെർഷനാണ് ഈ പറയുന്ന പാൻ മസാലകൾ. അപ്പോൾ അത് ഇരട്ടി ദോഷമാണ്, പരമ്പരാഗതമായിട്ടുള്ള വെറ്റില മുറുക്കിൻ്റെ ഇരട്ടി ദോഷമാണ് ഈ തരത്തിലുള്ള പാക്കറ്റിൽ കിട്ടുന്ന പാൻ മസാലകൾ. അതുകൊണ്ട് തീർച്ചയായും അവ ഒഴിവാക്കുക. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഈ ക്യാൻസർ പ്രതിരോധത്തിന് വേണ്ടിയിട്ടും ഏർലി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും എന്തൊക്കെ സൗകര്യങ്ങളാണ് ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നത്? സാർ, ഒരു ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ എന്ന നിലയ്ക്ക് എവിടെയൊക്കെ ഇത്തരം സൗകര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ലഭ്യമാണ്? ഇപ്പോൾ വയല ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലാ ആശുപത്രികളിലും ദന്തരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിശോധന നടത്തുന്നുണ്ട്. ക്യാൻസർ ആണോ അല്ലേ എന്നുള്ള പരിശോധനയുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഈ വയലുള്ള ഈ അസുഖം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വയലിൽ വെള്ളപ്പാടകളോ അല്ലെങ്കിൽ മറ്റോ എന്തുണ്ടെങ്കിൽ അത് ക്യാൻസറായി മാറാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ നമുക്കത് ബയോപ്സി ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർ റെഫറൻസ് മെഡിക്കൽ കോളേജിലേക്കോ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കോ അത് റെഫർ ചെയ്യാനുള്ള സംവിധാനം എല്ലാ ജില്ലാ ആശുപത്രികളിലും അതുപോലെ താലൂക്ക് ആശുപത്രികളിൽ ദന്ത സർജനുള്ള താലൂക്ക് ലെവൽ മുതൽ ഇതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വളരെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച്, അതായത് അങ്ങോട്ട് പോയി രോഗി ആശുപത്രിയിൽ വരുന്നവരെ കാത്തിരിക്കാതെ അവരുടെ അടുത്തേക്ക് പോയി പരിശോധന നടത്തുക എന്നുള്ള ഒരു സംവിധാനം ഇപ്പം വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല പഞ്ചായത്തുകളിലും നമ്മൾ ചെന്നിട്ട് വയല ക്യാൻസർ മാത്രമല്ല മറ്റ് ക്യാൻസർ നോക്കുന്നുണ്ട്, ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ നോക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു ക്യാമ്പ് നടത്തി, മെഡിക്കൽ ക്യാമ്പ് പോലെ നടത്തി, ഓരോരോ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി
അവിടെ നിന്നുള്ള രോഗികൾ സംശയം എന്തെങ്കിലും കൂടുതൽ പരിശോധന ആവശ്യമായ രോഗികളെ കണ്ടെത്തുകയും അവരെ തക്ക സമയത്ത് അവരെ റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വളരെ വ്യാപകമായ രീതിയിലുള്ള ഒരു സ്ക്രീനിങ് നമ്മൾ നടത്തിയത്. അത് ആരോഗ്യവകുപ്പും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും രണ്ട് വകുപ്പും കൂടെ ചേർന്ന് സംയുക്തമായിട്ടാണ് അത് നടത്തിയത്. വളരെയധികം തൊഴിലാളികൾ നമ്മൾ പരിശോധിച്ചു. അതുകൊണ്ട് വളരെ പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ പറ്റിയുള്ള ഒരു അവബോധം അവർക്ക് കൊടുക്കാനും നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും നമ്മൾ വായിലെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികൾ, അതായത് ക്യാൻസർ ആയിട്ട് വരുന്ന രോഗികൾ എത്രത്തോളം അവരുടെ ഏർലി സ്റ്റേജിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എല്ലാ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരത്തെ കണ്ടെത്തുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് മറ്റ് ഒരു ക്യാൻസർ, ഒരു ഭാഗത്തുള്ള ക്യാൻസർ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് മെറ്റാസ്റ്റേസിസ് വഴി മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള, വ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ. പിന്നെ ഈ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷം എന്ന് പറയുന്നത് വയലെ ക്യാൻസറിന് തുടക്കത്തിൽ വേദനയോ മറ്റൊന്നും കാണില്ല. ഇപ്പോൾ നമുക്കൊരു പല്ല് വേദനയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്കറിയാം, ഒരു രാത്രി പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം രാവിലെ പല്ല് ഡോക്ടറെ അടുത്ത് പോകും. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളപ്പാട് അല്ലെങ്കിൽ ഒരു മാറാത്ത ഒരു വ്രണം, നീണ്ടു നിൽക്കുന്ന ഒരു വ്രണം, ഇത് തുടക്കത്തിൽ ഇതിന് ഒരു വേദനയൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ചികിത്സ തേടാൻ പലപ്പോഴും മടിക്കുന്നു, പലപ്പോഴും കാലതാമസം വരുന്നു, പലപ്പോഴും അത് മാറ്റി വയ്ക്കുന്നു. അവസാനം എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ ചോര വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു വരുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വായിൽ മാറാതെ നിൽക്കുന്ന വെള്ളപ്പാടകളോ അല്ലെങ്കിൽ മാറാതെ നിൽക്കുന്ന വ്രണമോ ഉണ്ടെങ്കിൽ അതൊന്ന് ക്യാൻസർ ആവണമെന്നില്ല. അതൊരു പരിശോധന, ഒരു ഡോക്ടറെ കാണിച്ച്, ഒരു ദന്ത ഡോക്ടറെ കാണിച്ച് ഒരു പരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ, ഈ വെറ്റില മുറുക്കും മദ്യപാനം ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചൊന്ന് പരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും. ഇനിയൊരു ഇടവേള കൂടിയുണ്ട്. ഹലോ ഡോക്ടറിൽ ഇനിയൊരു ഇടവേള. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിലെ ക്യാൻസർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ സി വേണുഗോപാലാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവിടെ വായ്ക്കകം പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഹൈജീൻ എത്രത്തോളം ഉണ്ട്? നമുക്കറിയാം കേരളത്തിലെ ആൾക്കാർ ഈവൻ 2 നേരം കുളിക്കുന്ന ആൾക്കാരാണ്, 2 നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വായിലെ ആരോഗ്യവും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വായിലെ ആരോഗ്യവും ഒക്കെ നോക്കുമ്പോൾ ബെറ്റർ കേരളത്തിലുള്ളവർ തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ഈ പറയുന്ന പോലെ 2 നേരം ബ്രഷ് ചെയ്യുക അങ്ങനെയുള്ള ഹാബിറ്റ്സ് പൊതുവേ നമുക്ക് മലയാളികൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദന്താരോഗ്യം മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചമാണ്. മറ്റേത് പലപ്പോഴും ചെയ്യാറില്ല. വാഹനം തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ കറയായിരിക്കും, പുകയില കറയായിരിക്കും. ഈ പാൻ മസാലയും മറ്റും ഉപയോഗിക്കുന്നുണ്ട്, വായിക്കാത്ത മുഴുവൻ പുകയില കറയായിരിക്കും. അത് മാത്രമല്ല, ഞാൻ കണ്ട ഏറ്റവും വളരെ പരിതാപകരമായൊരു സ്ഥിതി പഞ്ചാബിലെ വില്ലേജുകളിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയിരുന്നപ്പോൾ ഒരു വീട്ടിൽ 2-3 കുട്ടികൾ ഒരു ബ്രഷ് ഷെയർ ചെയ്യുന്ന ഇതുണ്ട്. 2-3 കുട്ടികൾക്ക് ഒറ്റ ബ്രഷാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി വിശേഷം വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ വളരെ മെച്ചമാണെന്ന് പറയാം. പക്ഷേ എന്നാലും നമ്മുടെ ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ കൂടുതൽ അഭിവൃദ്ധി പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹാബിറ്റ്സ്, നമ്മുടെ ഇടയിൽ ഹാബിറ്റ്സ് കൂടി വരികയാണ്. മദ്യപാനവും അതുപോലെ തന്നെ സിഗരറ്റും, നമ്മൾ പ്രത്യേകിച്ച് മദ്യപാനം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം പുകയില പോലെ തന്നെ വായിൽ അമിതമായ മദ്യപാനം വായിൽ ക്യാൻസറിന് വഴി തെളിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹാബിറ്റ്സിൻ്റെ കാര്യത്തിൽ മലയാളി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. നമ്മളറിയാം ഈ ഹാബിറ്റുകൾ മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ഹാബിറ്റുകളുള്ളവർ എന്താണ് അവർ ചെയ്യേണ്ടത്? അവർക്ക് ഹാബിറ്റ് നിർത്താൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സഹായം തേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടുത്ത ഓപ്ഷൻ. ആദ്യം വേണ്ട ഡിറ്റർമിനേഷനാണ്. ഇത് നിർത്തണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണം. അതിനുവേണ്ടി ഒന്നും ചെയ്യാനുള്ള ഒരു സന്നദ്ധത വേണം. എന്നിട്ട് നമുക്കത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ സഹായം തേടുക. ഇന്നിപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും സൈക്യാട്രിക് വിഭാഗവുമായി ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്യാട്രിസ്റ്റിന് ആദ്യമേ കാണണ്ട, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ, ഇതിന് വേണ്ട കൗൺസിലിംഗ്, എത്ര നമ്മൾ സിഗരറ്റ് വലിയാണെങ്കിൽ എത്ര സിഗരറ്റ് വലിക്കുന്നു എന്നൊക്കെ നോക്കിയുള്ള ഒരു കൗൺസിലിംഗ് നമുക്ക് കിട്ടും. ആവശ്യമായി വരുന്ന പക്ഷേ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സ, പുകവലിക്ക് നമുക്ക് നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഉണ്ട്. അത് കൊടുത്ത് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇന്ന് പുകവലി കുറയ്ക്കുന്നതിന് നമുക്ക് കഴിയും. മദ്യപാനത്തിന് അതുപോലെ ചികിത്സയുണ്ട്. അപ്പോൾ ഇന്ന് ചികിത്സ നമുക്ക് സ്വയം ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ സഹായം തേടുക. അതിന് യാതൊരു കാരണവശാലും അതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വാക്യകത്ത് സ്വയം പരിശോധിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ ഇപ്പോൾ കേരളത്തിനകത്ത്? അപ്പോൾ വാക്യകത്ത് നമുക്കൊരു സസ്പീഷൻ ആയിട്ടൊരു ലീഷൻ എന്തൊക്കെയാണ്, നമ്മളൊരു ഡോക്ടറുടെ മുന്നിലേക്ക് എത്തിക്കപ്പെടേണ്ട ലീഷൻസ് എന്തൊക്കെയാണ്? ബ്രസ്റ്റ് പരിശോധിക്കുന്ന പോലെ അത്ര ലഘുവായ രീതിയിൽ വായ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വാ തുറന്ന് നമ്മൾ കവിളും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു പരിധി വരെ നമുക്കത് സ്വയം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറായിട്ട് തന്നെ അല്ല വായിൽ വരുന്നത്. ക്യാൻസറിന് മുന്നോടിയായിട്ട് പലതരത്തിലുള്ള വെള്ളപ്പാടകൾ, മാറാൻ നിൽക്കുന്ന വ്രണം, വാ തുറക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള വാ തുറക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്കൊരു രോഗി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വാ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ എന്നാലും വായ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മടക്കുകളും കുഴികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്.
അപ്പോൾ അങ്ങനെയുള്ള എല്ലായിടത്തും വ്യക്തമായ ഒരു പരിശോധന നടത്തുന്നതിന് ഒരു ദന്ത ഡോക്ടറുടെ അടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ മാത്രമേ വളരെ ക്ലിയറായ ഒരു പരിശോധന നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഈ തീർച്ചയായിട്ടും വായിലെ ക്യാൻസറിന് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ യഥാർത്ഥത്തിൽ? അത് ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ട് പേഷ്യൻ്റ് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ? ലക്ഷണങ്ങളാണെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ വായിൽ മാറാൻ നിൽക്കുന്ന ഒരു വെള്ളപ്പാട, സാധാരണ നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് ഇളക്കി മാറ്റാൻ കഴിയുന്ന പാടയാണെങ്കിൽ അത് പൂപ്പ് ബാധയായിരിക്കാം. പക്ഷേ മാറാൻ നിൽക്കുന്ന വെള്ളപ്പാട്, ലൂക്കോപ്ലേക്കിയ എന്ന് പറയും, അങ്ങനെ മാറാൻ നിൽക്കുന്ന ഒരു പാടയാണെങ്കിൽ അത് ക്യാൻസർ ആവണമെന്നില്ല, ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ഒരു വ്രണം, സാധാരണ ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു 1-2 ആഴ്ച സാധാരണ മരുന്നില്ല, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ മാറാൻ നിൽക്കുന്ന ഒരു അൾസർ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലരും ഈ വായ്പുണ്ണ് കണ്ടിട്ട് ക്യാൻസറാണെന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ പലരും ക്യാൻസർ രോഗികൾ വളരെ താമസിച്ച് മാത്രമാണ് എൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ നേരിട്ട് കാണുന്നത്. പക്ഷേ പലരും ഈ പാനിക്കായിട്ട് വളരെ ഭീതിയോടുകൂടി വായ്പുണ്ണ് വന്നിട്ട് നമ്മൾ ആക്സസ് അൾസർ വന്നിട്ട് അത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് വരുന്നവർ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വായിലെ ക്യാൻസർ ഈ മാറാൻ നിൽക്കുന്ന ഒരു വ്രണം അല്ലെങ്കിൽ വെള്ളപ്പാടുകൾ ഇങ്ങനെയുള്ള ഇത് കണ്ടീഷൻസ് നമ്മൾ ഡോക്ടറെ അടുത്തുകൊണ്ട് പരിശോധിക്കുക. അതൊന്നും ക്യാൻസർ ആവണമെന്നില്ല, അതിൽ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് മുറുക്ക്, മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉള്ളവർ അവർ 6 മാസത്തിലൊരിക്കൽ ഒരു ദന്ത ഡോക്ടറെ കാണിച്ചൊന്ന് പരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ പലപ്പോഴും ഈ വായിലെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്രത്തോളം എക്യുപ്ഡ് ആണ് ഇത്തരം ക്യാൻസർ ചികിത്സിക്കുന്നതിനും ഏർലി ഐഡൻറ്റിഫിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രികളെ നന്നായിട്ട് തന്നെ ആശ്രയിക്കാൻ സാധിക്കും. തീർച്ചയായും ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ നന്നായിട്ട് പറയാൻ കഴിയും. അത് തീർച്ചയായിട്ടും അവർക്ക് ആശ്രയിക്കാൻ കഴിയും. കാരണം തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ താലൂക്ക് ലെവലും താലൂക്ക് ആശുപത്രികൾ മുതൽ ദന്തൽ സർജനുണ്ട്. ഈ പറഞ്ഞ ക്യാൻസറാണോ എന്ന് സംശയമായിട്ടുള്ള ലീഷൻസ് ഉണ്ടെങ്കിൽ, വായിൽ ക്യാൻസറാണ് സംശയമായ അസുഖങ്ങളുണ്ടെങ്കിലും അവർക്കത് കണ്ടെത്താൻ കഴിയും. അത് വേണ്ട സമയത്ത് കൃത്യമായ സമയത്ത് തന്നെ വേണ്ടി വന്ന റെഫറൻസ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ മാത്രമല്ല ഈ ഗവൺമെൻറ് സർക്കാർ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസ് കണ്ട് പരിചയം സിദ്ധിച്ചവരാണ്. ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളുടെ പരിചയം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതൽ കേസുകൾ കാണുകയും കൂടുതൽ ചികിത്സാ പരിചയമുള്ളവരുമായ ഡോക്ടർമാരാണ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ആശുപത്രികളെ ഇത്തരത്തിലുള്ള ഒരു രോഗനിർണയത്തിന് വേണ്ടി ആശ്രയിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് താലൂക്ക് ആശുപത്രി മുതലേ ഉള്ളോ അതോ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ? പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇത്തരം സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വലിയൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. അധികം താമസിയാതെ നമുക്ക് ഒരു PHC ലെവലിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദന്ത സർജൻ ഉള്ളത് താലൂക്ക് ആശുപത്രി മുതൽ, താലൂക്ക് ആശുപത്രി ലെവൽ മുതൽ അതിന് മുകളിലോട്ട് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ദന്ത സർജനുള്ളത്. പക്ഷേ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും കാലക്രമേണ ഇത്തരത്തിലുള്ള സംവിധാനം ലഭ്യമാവുന്നതാണ്. ഒരു സസ്പീഷ്യസ് ആയുള്ള ലീഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദന്തിസ്റ്റിനെ നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലോ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ ഒരു സസ്പീഷ്യനായിട്ടുള്ള ലീഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ ദന്തിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ അതിനുള്ള ഒരു ബയോപ്സി എടുക്കാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ടോ അതോ നമ്മളൊരു ഹയർ സെൻ്ററിലേക്ക് ഒരു ബയോപ്സി എടുക്കാനായിട്ട് നമ്മൾ പോകേണ്ടി വരും? മിക്കപ്പോഴും പലപ്പോഴും ആ ഡെന്റിസ്റ്റ് തന്നെ അവിടെ തന്നെ ബയോപ്സി എടുക്കാൻ കഴിയും. പക്ഷേ അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അത് ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിനുള്ള പത്തോളജിസ്റ്റ് പലപ്പോഴും ഈ ചെറിയ ആശുപത്രിയിൽ കാണില്ല. ഇപ്പോൾ പത്തോളജിസ്റ്റ് ഉള്ളത് സാധാരണ മിക്കവാറും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ദന്തൽ കോളേജിലോ ആയിരിക്കും പത്തോളജിസ്റ്റ് ഉള്ളത്. പത്തോളജിസ്റ്റിന് അടുത്തുകൊണ്ട് ഇത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചാൽ മാത്രമേ ക്യാൻസർ ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ബയോപ്സി എടുത്ത് അത് ആ സ്പെസിമെൻ നമ്മൾ ബോട്ടിലാക്കി അത് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ ഒരു ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്നോസിസ് പ്രകാരമാണ് നമുക്ക് വായിലെ ക്യാൻസർ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായും വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഇന്നിപ്പോൾ സർജറി വളരെ അഡ്വാൻസ്ഡ് ആണ്. മുമ്പൊക്കെ സർജറി ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ സർജറി ആയതുകൊണ്ട് മുഖത്തിനൊരു അഭംഗി ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഫ്ലാപ്പൊക്കെ വെച്ചിട്ട് അത് വളരെ വലിയൊരു പരിധി വരെ നമുക്ക് ആ അഭംഗി മാറ്റാനുള്ള സംവിധാനം ഇന്നുണ്ട്. അതുപോലെ റേഡിയേഷൻ വളരെയധികം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻ വഴി ചെറിയ ലീഷനാണെങ്കിൽ റേഡിയേഷൻ സർജറിയും രണ്ടും ഒരുപോലെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ കീമോതെറാപ്പി, ഇത് മൂന്നും കൂടെയുള്ള ഒരു സംയുക്ത ചികിത്സാ രീതിയാണ് ഇന്ന് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വായിലെ ക്യാൻസർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.